ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അനദർ വീഡിയോ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു ബീഫ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ബീഫ് ബർഗറാണ്. അത് എങ്ങനെയാണ് റെഡിയാക്കുക എന്ന് നോക്കാം. അതിനായി നമുക്ക് ബീഫ് എടുത്ത് വെക്കാൻ നന്നായി ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്ത ബീഫാണ്. ഇതിലേക്ക് ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് ജസ്റ്റ് സോൾട്ടും പിന്നെ പെപ്പറും മാത്രമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കൊരു ഹോട്ട് പാനിലേക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ആദ്യം ഷേപ്പ് ചെയ്ത് വെക്കണം. ഞാനിവിടെ പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാവും മുമ്പ് നമുക്കിതൊക്കെ എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാം. നിങ്ങൾക്ക് സ്പൈസി ആവശ്യമുണ്ടെങ്കിൽ ചില്ലി ആഡ് ചെയ്യാം, റെഡ് ചില്ലി ആഡ് ചെയ്യാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായി ഹീറ്റ് ചെയ്ത എണ്ണയിൽ വേണം ഫ്രൈ ചെയ്യാൻ. എന്നിട്ട് ലോ ഫ്ലെയിം ആക്കി കൊടുക്കുക. കാരണം ബീഫ് നന്നായി ഫ്രൈ ആയിട്ട് വരികയും ചെയ്യണം, പക്ഷെങ്കിൽ ഒന്ന് കരിഞ്ഞൊന്ന് പോകാനും പാടില്ല. നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ സലാഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചീസ്, പുക്കിൻ്റെ ചീസാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ചീസാണോ ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇടയ്ക്കൊന്ന് മറിച്ച് ഫ്രൈ ചെയ്തിട്ട് കൊടുത്താൽ മതി. ഒരു ഭാഗം ഫ്രൈ ഒന്നും ആയിട്ടില്ല. ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നമുക്ക് എവിടെയെങ്കിലും പെട്ടെന്ന് പോകാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ല റെസിപ്പിയാണ്. കാരണം കുട്ടികളെ കൊണ്ട് പുറത്തു പോകുന്ന സമയത്ത് പുറത്തുനിന്ന് വാങ്ങിക്കഴിക്കുന്നതിന് നല്ലത് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫുള്ളി മീലാണിത്. എല്ലാവർക്കും നന്നായിട്ട് കഴിക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. കുറേ നേരത്തേക്ക് വിശക്കൊന്നും ചെയ്യില്ല. നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചീസ് മുറിച്ച് വെക്കുകയാണ് ഞാൻ. ചീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് കട്ട് ചെയ്ത് തന്നെ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അതിനേക്കാളും നല്ലത് ഇതേപോലെയാണ്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് വെക്കുക. കൂടുതൽ കേടുകൂടാതെ ഫ്രിഡ്ജിൽ അവിടെ നിൽക്കുകയും ചെയ്യും. നന്നായിട്ട് ബീഫൊക്കെ ഒന്ന് കഴുകിയെടുത്ത് ടൊമാറ്റോ കട്ട് ചെയ്തെടുക്കുക. ബീഫിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ല? നല്ല കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. എല്ലാം നമുക്കൊന്ന് എടുത്ത് വെക്കാം. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ആ പെപ്പറിൻ്റെ ഒക്കെ സ്മെല്ലുണ്ടല്ലോ. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊറിയൻഡറൊക്കെ ആഡ് ചെയ്യുക. കൊറിയൻഡർ ലീഫൊക്കെ ഒന്ന് ചെറുങ്ങനെ മുറിച്ചിട്ടിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിത് മയോനസ് ആഡ് ചെയ്യുന്നുണ്ട്. മയോനസ് ഞാനിപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച അതാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ടൊമാറ്റോ വെച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടതാണ് ബർഗർ. നമുക്ക് കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ലീഫ് വെച്ചു. ഓരോന്നിലും ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുക്കമ്പറും കൂടി ആഡ് ചെയ്യാം. ഞാനിപ്പോൾ കുക്കമ്പർ ആഡ് ചെയ്യുന്നില്ല. ഞാൻ ചീസൊന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത ബീഫ് ഈ എണ്ണയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താണ്. ജസ്റ്റ് ഒന്ന് സോഫ്റ്റാക്കി എടുത്തതേ ഉള്ളൂ. അധികം ഫ്രൈ ഒന്നും ആവേണ്ട. ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. കണ്ടില്ല, നല്ല അതിൻ്റെ സ്വാദൊക്കെ ഒന്ന് ബർഗറിലേക്ക് ഇറങ്ങി വരും.
അതിനുശേഷം ഞാൻ ഗ്രേറ്റ് ചെയ്ത കുറച്ചും കൂടി ചീസ് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഗ്രേറ്റഡ് ചീസ്. നമുക്ക് ബർഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ബർഗർ വെച്ചതിന് ശേഷം ബാക്കിയുള്ള സലാഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ ക്ഷമയോട് കൂടിയിട്ട് ചെയ്യേണ്ടതാണ് ബർഗർ റെസിപ്പി. കാരണം പിന്നെ ഈ ഒരു ചെറിയ സംഭവത്തിൽ ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തിരക്ക് പിടിച്ച് എല്ലാം കൂടി എന്തായി പോവും, ഇങ്ങനെ വീണൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയ ആൾക്കും എല്ലാം ഇഷ്ടപ്പെടും. മാത്രമല്ല നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ബർഗറിനെക്കാട്ടും കൂടുതൽ ഹെൽത്തി മീലാണ്. എല്ലാം ഫ്രഷല്ലേ നമ്മൾ ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഭാഗത്തിൽ നമ്മൾ മൂടി വെക്കേണ്ട ആ ഭാഗയിൽ അതിലും കൂടി ഞാൻ കെച്ചപ്പ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കെച്ചപ്പൊക്കെ കുറച്ചേ ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബർഗർ കഴിക്കുമ്പോൾ എക്സ്ട്രാ ആഡ് ചെയ്യാം. എല്ലാം മൂടി വെച്ച് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബർഗർ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ടോസ്റ്റിങ്ങിൻ്റെ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. ഞാനിവിടെ ഫ്രൈ പാനിലാണ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. നേരത്തെ ചീസ് മെൽട്ടാക്കിയ അതേ ഫ്രൈ പാനിൽ ഞാനൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തത്. ബർഗർ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. Thank you. Bye bye.